പുരുഷനെതിരെ ഒരു കേസ് വന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സിനിമാ താരങ്ങളെ എത്ര വേട്ടയാടി. പല ആൾക്കാരും മറ്റേ മുൻകൂർ ജാമ്യം എടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചിലവാകുകയാണ്. എത്ര ലക്ഷം രൂപയാണ് ചിലവാകുന്നത്? ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഈ പറയുന്ന വെറുതെ ഒരു പരാതി കൊടുക്കുക. ഇനി വെറുതെ പരാതി കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫേസ്ബുക്കിൽ ഇടുക, പത്രക്കാർ കൊണ്ടുപോയി പരാതി കൊടുക്കുക. കാര്യം പത്രക്കാർക്കും എന്തെങ്കിലും വേണ്ട. ഈ പല കേസുകളുടെയും ഗതി എന്തായി? വളരെ കൊട്ടിഘോഷിച്ച് ആദ്യം വന്ന വിവാദമായ കേസ് നമ്മുടെ രഞ്ജിത്ത് സാറിനെതിരെ ഒരു ആണും കൂടെ ചേർന്ന് പരാതി കൊടുത്ത കേസാണ്. നമ്മുടെ രഞ്ജിത്ത് സാർ, അതായത് മഹാനായ സംവിധായകൻ, ഇതിഹാസ തുല്യനായ സംവിധായകൻ സജി ചെറിയാൻ സാർ പറയുന്ന ശ്രീ രഞ്ജിത്ത് ഒരു പുരുഷൻ ഇവന്റെ നഗ്നചിത്രങ്ങൾ എടുത്തു. ഒരു കാര്യമില്ലാതെ രേവതി മാഡത്തെയൊക്കെ വലിച്ചടിച്ചു. 2012 വെച്ചാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ ഈ ഹോട്ടൽ തുടങ്ങിയത് 2015 2015 തുടങ്ങിയ മൈസൂരിൽ 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 വെച്ച് എന്തായാലും പീഡിപ്പിക്കലല്ലോ. അപ്പം മീഡിയക്കാർ ഇത് പബ്ലിസിറ്റി കൊടുക്കും, എയർ ടൈം കൊടുക്കും, ഐബോൾസ് കിട്ടും, ചർച്ചകൾക്കിരിക്കാം, വേദികൾ കിട്ടും, ഇരയാണെന്ന് പറയുന്ന ഒരു ഇതിലേക്കുണ്ട്. അവിടെയാണ് എനിക്ക് അജിയോടും ചോദിക്കാനുള്ള ഒരു കാര്യം. ഒരു 10 വർഷം മുമ്പ് അതിജീവിത എന്ന വാക്ക് പറഞ്ഞാൽ നമ്മളടക്കം എല്ലാവരും ഏറ്റവും ബഹുമാനത്തോടെ കാണുകയുള്ളൂ. കാര്യം അവരുടെ വേദനയും വിഷവും മനസ്സിലാവും. പക്ഷെ ഈ വ്യാജ അതിജീവിതമാര് വന്ന് ഈ അതിജീവിത എന്ന വാക്കിന്റെ ഒരു വില കുറഞ്ഞേ തോന്നില്ലേ? എന്താ അങ്ങയുടെ അഭിപ്രായം?